പുരുഷൻ മൈലാഞ്ചി ഇടുന്നത് വൻകുറ്റം എന്ന് മാത്രമല്ല, അത് നിഷിദ്ധമാക്കപ്പെട്ട വിഷയമാണെന്ന് മാത്രമല്ല, വൻകുറ്റങ്ങളിൽപ്പെട്ട ഒന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന് കയ്യിനും കാലിനും മൈലാഞ്ചി ഇടാൻ പെർമിറ്റ് നൽകിയിട്ടില്ല. കയ്യിനും കാലിനും മൈലാഞ്ചി ഇട്ട് വന്ന സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് കൊല്ലട്ടെയോ എന്നല്ലേ സ്വഹാബത്ത് ചോദിച്ചത്? പെരടി വെട്ടിക്കളയട്ടെയോ നബിയെ? കയ്യിനും കാലിനും മൈലാഞ്ചി ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലയോ? അതേ നബിയെ, നിസ്കരിക്കുന്ന ആളാണ്. തൽക്കാലം നിസ്കരിക്കുന്ന ആളായതുകൊണ്ട് കൊല്ലണ്ട. പിന്നെയോ അയാൾക്കൊരു ശിക്ഷ കൊടുത്തു. അന്നും ഇന്നും ആൾതാമസമില്ലാത്തൊരു സ്ഥലമുണ്ട്, റബദത്ത് എന്ന സ്ഥലം. മദീനയിൽ നിന്ന് കുറച്ച് സഞ്ചരിക്കണം, അങ്ങോട്ട് യാത്ര പോകണം. ആ റബദത്തിലേക്ക് നാടുകടത്തിപ്പോയി. എന്തിന്? കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ച് വന്നതിന്. സുബ്ഹാനല്ലാഹ്, കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ച് കയ്യിന്റെ ഉള്ളില് മൈലാഞ്ചി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൂട്ടി കൊണ്ടുവരുന്നത് അത് തെറ്റാണ്, വൻകുറ്റമാണ്. പുരുഷന് മൈലാഞ്ചി തേക്കേണ്ടത് നരച്ച താടിക്കും തലക്കുമാണ്, അതവന് സുന്നത്താണ്. നരച്ച താടിക്കും തലക്കും മൈലാഞ്ചി ഇടുന്നത് സുന്നത്താണ്. കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കുന്നത് അത് സുന്നത്തുള്ളത് വിവാഹിതയായ സഹോദരിമാർക്കാണ്. വിവാഹിതരല്ലാത്തവർക്ക് പോലും അത് കറാഹത്താണ്. ഇരിക്കുന്നവർക്കോ ഹറാമുമാണ്.